ഹലോ, അനന്യാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് മോളുടെ പിറന്നാൾ ദിവസത്തെ ഒരു വീഡിയോ ആണ്. മോളെ പിറന്നാൾ ഇലക്ഷൻ്റെ അന്നായിരുന്നു കേട്ടോ, വെള്ളിയാഴ്ച. അപ്പം ഞങ്ങൾ രാവിലെ അമ്പലത്തിലേക്ക് പോകുന്നൊരു ഇതാണ്. അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്പലത്തിൽ പിന്നെ ഞങ്ങളെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട്. ഒരു നോയിഡ അയ്യപ്പ ക്ഷേത്രം എന്ന് പറയും. അപ്പോൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിതാ അവിടേക്ക് പോയി അമ്പലം ഒക്കെ ഒന്ന് അമ്പലത്തിലൊക്കെ കയറി തൊഴുത് അർച്ചനയൊക്കെ കഴിച്ചു. പിന്നെ അപ്പോൾ അവിടെ അമ്പലത്തിലൊന്നും അത്ര തിരക്കൊന്നുമില്ല കേട്ടോ. ഇലക്ഷൻ്റെ അന്നായാലും കുറച്ച് ആൾക്കാരേ ഉണ്ടായുള്ളൂ. ഇതാണ് ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രം. ഇത് ഞങ്ങളെ വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റൊക്കെ ദൂരം ഉണ്ടാവുള്ളൂ. അപ്പോൾ അച്ഛനും മോളും കൂടെ ആദ്യം അമ്പലത്തിലേക്ക് കയറി. അപ്പം ഞാനൊന്ന് വീഡിയോ എടുത്തതാട്ടോ. അങ്ങനെ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് പോകുന്ന വഴിക്ക് ചേട്ടൻ്റെ ഓഫീസിൽ ഒന്ന് കയറേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കയറി ഞങ്ങളെ ക്വാർട്ടേഴ്സിലേക്ക് തിരിച്ച് പോവുക കേട്ടോ. അത് ഞങ്ങളെ ഗേറ്റിലെത്തി. ഞങ്ങളെ ക്വാർട്ടറിൻ്റെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ വരുന്ന വഴിക്ക് ഞങ്ങൾ ബിൽഡിങ്ങിൻ്റെ താഴെ മോളുടെ ഫ്രണ്ടിൻ്റെ അമ്മ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരെ വിളിച്ച് മോള് പിന്നെ അവളെ വിളിച്ചിട്ട് പറഞ്ഞു, അവളിങ്ങനെ ശുഭ കാര്യങ്ങളൊക്കെ നടക്കുമ്പം, അതായത് അങ്ങനെ പിറന്നാൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവരേത് സ്റ്റേറ്റാണെന്ന് എനിക്കറിയില്ല, ഒറീസയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ അവരിങ്ങനെ അവിടെ അവർ ചെടിച്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചട്ടിയിൽ തുളസിയാണ്. തുളസിയിൽ ഒരു ശിവൻ്റെ ആണോ എന്ന് എനിക്കറിയാം, ഒരു ഇത് വെച്ചിട്ടുണ്ട്. അപ്പം അതിൽ വെള്ളമൊക്കെ ഒഴിപ്പിച്ചതാണ് മോളെ കൊണ്ടിട്ടോ. അങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ അവർ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാ ഞാൻ ഒരു ചെറിയൊരു സദ്യ പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ എൻ്റെ മോളുടെ ഫ്രണ്ട്സായ ആമീൻ്റെ ചേട്ടൻ ആദിഷിനെയൊക്കെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാ വർഷവും മിക്ക വർഷങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർ പിന്നെ വന്നു ഭക്ഷണം കഴിക്കിയപ്പോൾ അവൻ പറയുന്നുണ്ട്, ആൻറ്റി അവൻ്റെ വീഡിയോ എടുക്കുക, ആൻറ്റി ഞാൻ ഭക്ഷണം കഴിക്കട്ടെ എന്നിട്ട് വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ ഇതിൽ ഞാൻ എൻ്റെ മോനെയാണ് മിസ് ചെയ്യുന്നത്. കണ്ണനും കൂടെ ഉണ്ടാവാറുണ്ടല്ലോ എല്ലാ വർഷവും. അപ്പം പിന്നെ അവർ ഭക്ഷണം കഴിച്ചിട്ട് അവരവിടെ ഇരുന്ന് സംസാരിച്ച് ബലൂണൊക്കെ വീർപ്പിച്ച് ഡെക്കറേഷനൊക്കെ ചെയ്യാനുള്ളതൊക്കെ കുറേയൊക്കെ നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഡെക്കറേഷനൊക്കെ ചെയ്തു. എന്നാൽ അച്ഛൻ അവിടെ ഉണ്ടായില്ല. അച്ഛന് ഡ്യൂട്ടി പെട്ടെന്ന് വന്നുകൊണ്ട് അച്ഛൻ പോയി. അച്ഛൻ പിന്നെ കേക്ക് കട്ടിങ്ങിൻ്റെ ഒരു 10 മിനിറ്റ് മുന്നേ എന്ന് പറഞ്ഞ മാതിരിയാണ് വന്നിട്ടുള്ളൂ. പിന്നെ ഞങ്ങളൊക്കെ എല്ലാം റെഡിയാക്കി എല്ലാം സെറ്റാക്കി വെച്ചു. പിന്നെ ഇങ്ങനെയാണ് ഞാൻ ഡെക്കറേഷനൊക്കെ ചെയ്തത്. അപ്പോഴും മോൾ അവിടെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം മോൾക്കൊരു സർപ്രൈസായിട്ട് അച്ഛൻ കൊണ്ട് കൊടുത്തതാണ് ഗിഫ്റ്റ്. അത് കണ്ണൻ കൊടുത്തതാണ്. കണ്ണൻ അവിടുന്ന് പറഞ്ഞിട്ട് ഗിഫ്റ്റ് കൊടുത്ത് വിട്ടത്. അപ്പോൾ അത് ചേട്ടന് മോൾക്ക് കൊടുക്കുകയായിരുന്നു. പിന്നെ മോളെ ഫ്രണ്ട്സ് പിന്നെ എല്ലാവരും ഇങ്ങനെ ഓരോരുത്തർ വരാൻ തുടങ്ങി. അപ്പം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഫോട്ടോ എടുപ്പും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് കേക്ക് മോളുടെ. അപ്പം അതിൻ്റെ ഇടയിൽ ആമിക്കുട്ടീനോട് ഞങ്ങൾ മോള് ഡാൻസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഒരു പാട്ടൊക്കെ ഇട്ട്, നല്ലൊരു പാട്ടാണ് കേട്ടോ. അപ്പം പിന്നെ കോപ്പിറൈറ്റൊക്കെ വരുന്നതുകൊണ്ട് നമ്മളത് പ്ലേ ചെയ്യണില്ല. അപ്പോൾ അവൾ ഒരു ഡാൻസൊക്കെ കളിച്ച്, അപ്പോൾ അവൾ പിന്നെ എന്താ പറയുക 2-3 പാട്ടൊക്കെ ഇട്ടിട്ട് അവൾ നല്ല ഡാൻസ് ആയിരുന്നു അവിടെ. അങ്ങനെ ഡാൻസൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ പിന്നെ ഞങ്ങൾ ഓരോ കുട്ടികളിങ്ങനെ ഓരോരുത്തർ വരാൻ തുടങ്ങി. അവളുടെ ഫ്രണ്ട്സ് എല്ലാവരും അങ്ങനെ 7-8 മണിയൊക്കെ ആയപ്പോഴേക്ക് എല്ലാവരോടും വരാൻ പറഞ്ഞ്. അപ്പോൾ 8 മണിയൊക്കെ ആയപ്പോഴേക്ക് ഓരോരോ കുട്ടികൾ വന്ന്. ഇത് മോളുടെ ഫ്രണ്ടിൻ്റെ അനിയത്തി കേട്ടോ. അപ്പം മോൾ കുറച്ചൊരു ഹൈപ്പർ ആക്റ്റീവായ ഒരു കുട്ടിയാണ്. അപ്പം ഭയങ്കര കുറച്ചൊരു കുസൃതിയും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും പോയിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കലും പിന്നെ ഇടയ്ക്ക് ഓരോ പിച്ച് കൊടുക്കലും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അയൽവാസി കുട്ടികളാണ്. അപ്പോൾ അവർ വന്നു. പിന്നെ അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 10 അവളുടെ കൂടെ പഠിക്കുന്ന കുട്ടികളും അവരുടെ സിസ്റ്റേഴ്സും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. മറ്റ് സാധാരണ മോൻ ഇവിടെ ഉണ്ടാകുമ്പോൾ മോൻ്റെ ഫ്രണ്ട്സിനെയും വിളിക്കും കേട്ടോ. മോൻ്റെ ഫ്രണ്ട്സും ഉണ്ടാവും കൂടെ. പിന്നെ വേറെ ചേട്ടൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള 1-2 പേരുടെ കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നേ. അപ്പം എല്ലാവരും അങ്ങനെ വന്നു.
പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചേട്ടൻ പുറത്തുനിന്ന് സ്റ്റൂളുണ്ട്, ഞങ്ങൾക്ക് ഇവിടെ ഉള്ളിൽ വെക്കിയ സ്ഥലമായിട്ട് പുറത്ത് വെച്ചതായിരുന്നു. അപ്പോൾ അതെടുത്ത് കൊണ്ടുവരികയായിരുന്നു. ഇരിക്കാൻ അത്ര സൗകര്യങ്ങൾ കുറവല്ലേ, ഉള്ള സൗകര്യത്തിൽ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് ഇരിക്കുക എന്നുള്ളത്. അപ്പോൾ അതെടുത്തുകൊണ്ട് വന്ന് അതൊക്കെ തുടച്ച് ക്ലീൻ ചെയ്ത് ഞാൻ അവിടെ ഇങ്ങനെ എടുത്ത് വെച്ചതാട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് പാട്ട് ഇട്ടിട്ട് അവിടെ ഡാൻസും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് വീഡിയോ ഞാനല്ല എടുക്കുന്നത്, വേറെ ഒരു കുട്ടീനോട് എടുക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ പിന്നെ അവർ അവിടുന്ന് ഓരോരുത്തർ ഓരോ ഡാൻസും, അതിനിടയ്ക്ക് മോനിങ്ങനെ ഇടയ്ക്ക് വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവനിങ്ങനെ എന്തൊക്കെയോ ഒരു ഫീലിംഗ് ആണ്, അവനും പങ്കെടുക്കാൻ പറ്റിയില്ലല്ലോ. ആദ്യത്തെ വർഷമാണ് ഞങ്ങളെ മക്കളെ പിറന്നാളുണ്ടായിട്ട് മോനില്ലാത്തൊരു മോക്കും അത് ഭയങ്കര ഫീലിംഗ് ആയിപ്പോയി, ഏട്ടനില്ല എന്നാണ്. ഇത് ഞങ്ങളുടെ പിന്നെ എന്താ പറയുക, അയ്യോ അവൻ്റെ പേരും മറന്നുപോയി, അക്ഷിതും അദ്വൈതമാണ്. അപ്പോൾ അവർ ഇങ്ങോട്ട് വരികയാണേ. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സ് ആരോ പുറത്തുണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ട് അവനങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ തോന്നുന്നുണ്ട്. അപ്പം പിന്നെ അങ്ങനെ ഓരോ കുട്ടികൾ ഓരോരുത്തരിങ്ങനെ വരാൻ തുടങ്ങി. അപ്പോൾ കണ്ടോ ആ കുട്ടി വരുന്നവരൊക്കെ ഒന്നൊരു ചെറിയ വികൃതിയൊക്കെ കാണിക്കുന്നുണ്ട്, ഒരു തള്ളൊക്കെ മറ്റവനെ കൊടുക്കുന്നുണ്ട്. ഇടയ്ക്ക് അവളുടെ ചേച്ചി ഉണ്ട് അവിടെ ഇരിക്കുന്നത് കേട്ടോ. ചേച്ചി അവിടെ ഇരിക്കും മോളെ എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ അവൾ ഇങ്ങനെയൊന്നും കേൾക്കണില്ല. പിന്നെ അവളുടെ വക ഒരു ചെറിയ ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഏകദേശം കുറേ കുട്ടികൾ എല്ലാവരും 8 മണിയോടൊക്കെ അടുപ്പിച്ച് എല്ലാവരും എത്തി തുടങ്ങി. सबके सब यहाँ पर आ जाओ इस रूम में. അങ്ങനെ ചേട്ടന് കേക്കൊക്കെ കൊടുത്തു കൊണ്ടുവന്ന് ക്യാൻഡിൽ കത്തിക്കുകയാണേ. അപ്പോൾ ആ സമയത്തെന്ന് പറഞ്ഞാൽ പുറത്ത് ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ. അപ്പോൾ കാറ്റും ഇടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചെറുതായിട്ട് മഴ ഇങ്ങനെ തുള്ളിയിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ ക്യാൻഡിൽ കെട്ട് പോകുന്നുണ്ട്, അത് ഇങ്ങനെ കത്തിയിട്ടേ നിൽക്കുക. അപ്പോൾ എന്നോട് പറഞ്ഞു നീ അവിടെ മറിഞ്ഞ് നിൽക്കണം എന്നൊക്കെ പറയുമായിരുന്നു. അപ്പം എന്നിട്ടും കാറ്റുകൊണ്ട് ഇങ്ങനെ എന്താ പറയുക കെട്ട് പോകുന്ന ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഭയങ്കര കാറ്റും മഴയായിരുന്നു. ഇപ്പോൾ നല്ല മഴയില്ല, കാറ്റും ഇതായിരുന്നു കേട്ടോ. പക്ഷേ നല്ല ചൂട് ഇവിടെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും കൂടുന്തോറും. അപ്പോൾ ആ ഒരു 15 മിനിറ്റോളം കാറ്റ് തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങളിത് ക്യാൻഡിലൊക്കെ ഇങ്ങനെ കത്തിച്ച് പിന്നെ കേക്ക് കട്ടിങ്ങിനുള്ള സമയമായി. അപ്പോൾ പിന്നെ കുട്ടികളൊക്കെ എല്ലാവരും വിളിച്ച് വന്ന് കേക്ക് കട്ടിങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ऐसे ताली बजाते हैं, ताली बजाना मैं भी सिखाऊं, मैं ही सिखाऊं. ये बहुत सुंदर लग रही है. പിന്നെ കേക്ക് കട്ടിങ്ങും അതെല്ലാം കഴിഞ്ഞ് ഭയങ്കര ബഹളമാണല്ലോ. പിന്നെ ഞാൻ ഇവിടെ വീട്ടിൽ ഞങ്ങൾ ഡിന്നർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കിയത് കേട്ടോ ഈ ഡിന്നറെല്ലാം. അപ്പോൾ ഞാൻ ഫുഡൊക്കെ സമയത്തൊക്കെ എല്ലാം റെഡിയാക്കി കുട്ടികൾക്കൊക്കെ കൊടുത്ത് പിന്നെ കുട്ടികളൊക്കെ ഭക്ഷണം കഴിക്കുകയാണ്. എല്ലാവരും വെജുകാരും നോൺ വെജുകാരും ഉണ്ടല്ലോ, അപ്പം രണ്ടും ഉണ്ടാക്കി, വെജും ഉണ്ടാക്കി നോൺ വെജും ഉണ്ടാക്കി. അപ്പോൾ ഞാൻ കുട്ടികളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ കുറവാണ്. അപ്പം ഫ്രണ്ടിലുള്ള സെറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി റൂമിൽ കൊണ്ടുവച്ച് റൂമിൽ നിന്ന് ഉള്ള സാധനം കുറച്ച് പുറത്തേക്ക് കൊണ്ടുവച്ച് അങ്ങനെയൊക്കെ കേട്ടോ. അപ്പം പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം കുട്ടികൾക്ക് കേക്കൊക്കെ മുറിച്ച് കൊടുത്തത് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ എന്താ പറയുക, ഫ്രണ്ട്സ് എല്ലാവരും കൊണ്ടുവന്ന ഗിഫ്റ്റ് പൊട്ടിക്കണം. അപ്പോൾ ഓരോരുത്തർ കാണാനുള്ള വെയിറ്റിങ്ങിലായിരുന്നു. കുട്ടികൾക്ക് പിറ്റേ ദിവസം ക്ലാസ് ഉള്ളതുകൊണ്ട് എല്ലാം പെട്ടെന്ന് തീർക്കണം എന്നുള്ളതുകൊണ്ട് പിന്നെ വേഗം ഫ്രണ്ട്സ് എല്ലാവരും കൂടെ അവിടെ ഇരുന്നിട്ട് ഓരോരുത്തർ കൊണ്ടുവന്ന ഗിഫ്റ്റൊക്കെ പൊട്ടിച്ച് അതിൻ്റെ എല്ലാവരും കാണിക്കുന്നൊക്കെ ഒരു ഇതായിരുന്നു കേട്ടോ. ഇതൊക്കെ കുട്ടികളാണ്, വേറെ കുട്ടികൾ ആണ് ഇതൊക്കെ വീഡിയോ ഒക്കെ എടുത്തത്. അപ്പം പിന്നെ അതിൻ്റെ ഭയങ്കര സന്തോഷത്തിലും ഒക്കെ ആയിരുന്നു. ഗിഫ്റ്റ് എല്ലാവരും പൊട്ടിച്ച് എല്ലാം കഴിഞ്ഞ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഏട്ടനൊരു ഗിഫ്റ്റ് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഗിഫ്റ്റും ഈ കൂട്ടത്തിലാണ് അവൾ പൊട്ടിക്കുന്നത്. അപ്പം കുട്ടികളെല്ലാവരും ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ ആ സമയത്തൊക്കെ. പക്ഷെ അതൊക്കെ നമ്മളിപ്പോൾ വീഡിയോയിൽ അതുകൊണ്ട് ഞാനതെല്ലാം സൈലൻ്റാക്കി മ്യൂട്ടാക്കി വെച്ചതാട്ടോ. ഭയങ്കര ബഹളമായിരുന്നു. क्या हुआ? उसके भैया को मिस कर। ओ भैया भैया का भैया का एक छोड़ देख रहा हूँ। ओ भाई देख, एक पेयर का एक नोटबुक है भाई, 2 पेन है ग्लिटर वाले, एक वाइटनर है, एक मार्कर है, एक बड़ा मार्कर है, एक क्यूब का इरेजर है, അപ്പോൾ ചേട്ടൻ്റെ ഗിഫ്റ്റ് കണ്ടപ്പോൾ അവൾ ഭയങ്കര കരച്ചില്ല. അപ്പോൾ ആമിക്കുട്ടി ഇങ്ങനെ അവളെ ആശ്വസിപ്പിക്കുകയാണ്. അവളെ ഫ്രണ്ട്സും എല്ലാവരും ഇങ്ങനെ ബയ്യാനി ജൂണിൽ വരുമല്ലോ, വെക്കേഷന് ബയ്യയ്ക്ക് അപ്പോഴല്ലേ, അപ്പം ബയ്യ വരുമ്പം ജൂണിൽ വരുന്നിട്ട് ആഘോഷിക്കുക അങ്ങനെയൊക്കെയാണ്. പല സ്റ്റേറ്റിലുള്ള കുട്ടികളല്ലേ, നമ്മളെല്ലാ മലയാളി കുട്ടികളല്ല, കൂടുതലും പല സ്റ്റേറ്റിലുള്ള കുട്ടികളാണ്. അപ്പോൾ അത് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് ഫ്രണ്ട്സ് എല്ലാവരും. അതിൽ ചെറിയ മോനൊരു ഇത് പറയുന്നുണ്ട്, ദീദിക്ക് ഇമോഷണലായി പോയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവളങ്ങനെ കളിയാക്കണമുണ്ട് കേട്ടോ. അപ്പം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ ഗിഫ്റ്റൊക്കെ പൊട്ടിക്കലൊക്കെ കഴിഞ്ഞ് ഫ്രണ്ട്സ് പിന്നെ എല്ലാവരും പിന്നെ അതിന് ശേഷം ഒരു 10 മണിയൊക്കെ ആയപ്പോൾ എല്ലാവരും വീട്ടിലേക്ക് എല്ലാവരും പോയിട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊരു ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവരുടെ ഫുഡ് കഴിക്കുന്നതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. അപ്പോൾ അവരും അതിൻ്റെ ഈ ഇടയിൽ അവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തപ്പോൾ ഞാൻ പിന്നെ അത് ഇതിൽ ആഡ് ചെയ്തതാണേ. പിന്നെ പിള്ളേരെല്ലാവരും കൂടെയുള്ള ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ അറിയാമല്ലോ ഒരു പിറന്നാൾ കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര ഇതല്ലേ ഫോട്ടോ. അപ്പോൾ എല്ലാത്തിലും ഓരോ പോസിൽ ഓരോരുത്തർ ഫോട്ടോ എടുക്കലും എല്ലാം ആയിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങളൊരു ഫോട്ടോ എടുത്ത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ മോളുടെ പിറന്നാൾ വീഡിയോ കേട്ടോ.